ഹായ്. യൂട്യൂബിൽ ഗാർഡനിങ് സെർച്ച് ചെയ്യുമ്പോൾ ഈ മാണ്ടുവില്ല എന്ന് പറഞ്ഞ സാധനം ഇങ്ങനെ അങ്ങോട്ട് നിറഞ്ഞ് നിൽക്കുക. നല്ല രസമുണ്ട്, നല്ല പൂക്കളൊക്കെ കാണാനായിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒരെണ്ണം ഞാനും മേടിച്ചാലോ എന്ന്. എന്നിട്ട് പിന്നെ ഇതുപോലത്തെ ഒരു 12 ഇഞ്ച് ചട്ടിയുള്ള ചട്ടി എടുത്തിട്ട് അതിൻ്റെ അടിയിലൊരു ദ്വാരം ഇട്ടു. അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു തിരി കയറ്റിയിട്ടുണ്ടെങ്കിൽ ഈ ചട്ടിയുടെ അടിയിൽ വേറൊരു ഓട്ടയില്ലാത്ത ചട്ടിയിൽ വെള്ളം നിറച്ച് വെച്ചിട്ട് അതിൻ്റെ മീതെ ഇത് കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ആവശ്യത്തിന് അത് വലിച്ചെടുത്തോളും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് കുറച്ചൊന്ന് മീതൊന്ന് വെറുതെ ഒന്ന് നനച്ച് കൊടുത്താൽ മതി. പിന്നെ അതിൽ നിറയ്ക്കാനുള്ള മിശ്രിതത്തിൽ ചകിരിച്ചോറ്, മണ്ണ്, ചാണകപ്പൊടി, കമ്പോസ്റ്റ്, പിന്നെ എല്ലുപൊടി ഒക്കെ മിശ്രിതം തയ്യാറാക്കി വെച്ചു. ഇതിൻ്റെ അടിയിൽ 4 ദ്വാരം ഉണ്ടല്ലോ. അപ്പോൾ അവിടെ ചകിരി തൊണ്ട് കഷ്ണാക്കിയിട്ട് വെച്ച് കൊടുത്തു. ഞാൻ പകുതിയോളം ഉണക്കിയ ഇല ഉണ്ടല്ലോ, ഡ്രൈ ലീവ്സ്, അത് ഇട്ട് കൊടുത്തു. പകുതിയോളം നിറച്ച് കൊടുത്തു. കാരണം വേരോട്ടത്തിനൊക്കെ നല്ലതാണേ. പിന്നെ നല്ലൊരു വളമാണ്. പിന്നെ അധികം കനവും ഉണ്ടാവില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നടുക്കിലൊരു സാധനം വെക്കണമല്ലോ, ഒരു പൈപ്പ് പോലെ. അപ്പോൾ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ചൂലിൻ്റെ ഇങ്ങനത്തെ ഒരു സാധനം കിട്ടിയത്. അപ്പോൾ എന്തായാലും ഇത് അതുപോലെ ഒരു ജോലി ചെയ്യുമല്ലോ. അപ്പോൾ ഇതുമ്മേ കയറ് ചുറ്റി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ ചെടി ഇതുമ്മേ പടർത്താൻ പറ്റും. അങ്ങനെ ചുറ്റി കൊണ്ടുവന്നു. കുറച്ച് ഭാഗം നമുക്ക് വിട്ടിട്ട് വേണം മറ്റേ എന്താ പറയുക, കയറ് ഒന്ന് ചുറ്റിയെടുക്കാൻ. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഉറപ്പിക്കണം. ഉറപ്പിക്കുന്നതിന് മുമ്പ് നമുക്ക് പച്ചില ഉണ്ടല്ലോ, ശീമക്കൊന്നയുടെ ഇലയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റായി. നൈട്രോജൻ്റെ സോഴ്സാണ്. അത് കുറച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഇതായിട്ട് വളരും ചെടി. പിന്നെ മാണ്ടുവില്ല പൊട്ടിച്ച് ഇടാൻ നോക്കിയപ്പോൾ ജസ്റ്റ് ഒന്ന് പൊട്ടിപ്പോയി. നല്ല ഇളക്കമുള്ള മണ്ണായിരുന്നു. അപ്പോൾ ഭാഗ്യത്തിന് വേരിൻ്റെ ഭാഗമൊന്നും നാശമായിട്ടുണ്ടായിരുന്നില്ല. ഞാനത് ഉറപ്പിച്ച് വെച്ചു. എന്നിട്ട് ബാക്കിയുള്ള മിശ്രിതം നിറച്ചു. നല്ല ഇത് പൂക്കളുണ്ടായാൽ നല്ല രസമാണ് കാണാനായിട്ട്. ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടപ്പോഴേ എന്ത് ഭംഗിയാണ്. ഇത് പിങ്ക് ഉണ്ട്, റെഡ് ഉണ്ട്, പിന്നെ യെല്ലോ ഒക്കെ ഉണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞത് പിങ്കാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുറച്ച് ദിവസം വെച്ച് ഒരു 5-6 ദിവസങ്ങൾക്ക് ശേഷം ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു റെഡ് ഫ്ലവർ തന്നെ ഉണ്ടായി. സന്തോഷത്തിന് അതിരില്ലായിരുന്നു. കാരണം അത്രയ്ക്കും നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നല്ല വലിപ്പം ഉണ്ടായിരുന്നു നേരിട്ട് കാണുമ്പോൾ. ഇനി അങ്ങനെ പടർന്ന് പന്തലിച്ച് വരട്ടെ.